ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തപ്പോൾ ഇന്നലെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണ് പഠിച്ചത് അല്ലേ? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്തിൻ്റെ ടേംസിലാണെന്നല്ല എഴുതിയത്? ഇന്നലെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മൾ കോൺസെൻട്രേഷൻ്റെ ടേംസിലാണ് എഴുതിയത്. അപ്പോൾ കോൺസെൻട്രേഷൻ്റെ ടേംസിലാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതണമെങ്കിൽ അതിനെ നമ്മൾ KC എന്നാണ് പറയുക. ഇനി സപ്പോസ് നമ്മൾ എടുത്തിട്ടുള്ള റിയാക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഗേഷ്യസ് സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമ്മൾ എങ്ങനെ എഴുതുക? ഇൻ ടേംസ് ഓഫ് പ്രഷറാണ് നമ്മളവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതുക. സോ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Now consider the equation A moles of A reacts with B moles of B to give C moles of C and D moles of D. Now we can write this is a gaseous system. The gaseous system ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ എഴുതണം. അപ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ നമ്മൾ എഴുതാൻ പോവുകയാണ്. ദാറ്റ് ഇസ് KP. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ. നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ KC ആണ്. അപ്പോൾ ഇവിടെ KP ഇസ് ഈക്വൽ ടു പ്രഷർ ഓഫ് C ഇൻറ്റു പ്രഷർ ഓഫ് D. അതായത് പ്രഷർ ഓഫ് C, അവിടെ C മോൾസ് ഉണ്ട്, ഹോൾ റേസ് ടു C ഇൻറ്റു പ്രഷർ ഓഫ് D, കോൺസെൻട്രേഷന് പകരം നമ്മളിവിടെ പ്രഷർ ആക്കിയെന്ന് മാത്രം, ഹോൾ റേസ് ടു D divided by pressure of A whole raised to A into pressure of B whole raised to D. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ ഫോർ എ ഗേഷ്യസ് സിസ്റ്റം. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KP ആൻഡ് KC. Again നമ്മൾ നമ്മുടെ നേരത്തെ ഇക്വേഷൻ A moles of A plus B moles of B gives C moles of C into D moles of D എന്നുള്ള ഇക്വേഷൻ എഴുതും. Now write the KC. ഇതിൻ്റെ KC ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എഴുതുക. അപ്പോൾ KC അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B. Okay? ഇനി KP എഴുതൂ. ഇതിൻ്റെ തന്നെ KP എഴുതാം. ഇതിൻ്റെ KP നമ്മൾ ഇങ്ങനെ എഴുതാം. KP ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, നൗ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വി നോ ദാറ്റ് PV is equal to nRT. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാം. PV is equal to nRT. ഓക്കെ, അതായത് പ്രഷർ P is equal to N/V into RT. എഴുതിക്കൂടെ? പി എ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അല്ല വി എ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ പിയുടെ ടേംസിൽ കിട്ടി. P ഇസ് ഈക്വൽ ടു പ്രഷർ എന്ന് പറയുന്നത് N/V ഇൻറ്റു RT ആണ്. N എന്ന് പറഞ്ഞാൽ എന്താ? N ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ആൻഡ് V ഇസ് ദ വോളിയം. നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം ആണ് അതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? P ഈക്വൽ ടു C ഇൻറ്റു RT. അതായത് പ്രഷർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഇൻറ്റു RT ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ KPയുടെ ഇക്വേഷനെ നമുക്ക് പ്രഷറിനെ നമുക്ക് കോൺസെൻട്രേഷൻ ഇൻറ്റു RT എന്ന് വെച്ചിട്ട് എഴുതിക്കൂടെ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? KP തന്നെ നമുക്ക് ഈ പ്രഷറിനെ കോൺസെൻട്രേഷൻ ഇൻറ്റു RT എന്നുള്ളതിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ KPയെ നമുക്ക് എങ്ങനെയാണ് മോഡിഫൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ PA എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് A. P ഈക്വൽ ടു CRT ആണ്. അതായത് P എന്ന് പറയുന്നത് പ്രഷർ എന്ന് പറയുന്നത് ഇതാ, പ്രഷർ P ഈക്വൽ ടു CRT വേർ C ഇസ് ദ കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ PA ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു RT, PB ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് B ഇൻറ്റു RT, PC ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് C ഇൻറ്റു RT ആൻഡ് PD ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് D ഇൻറ്റു RT.
ഈ വാല്യൂസൊക്കെ മുകളിലത്തെ കെ പിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കെ പി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ആർ ടി ഹോൾ റേസ് ടു സി, concentration of dRt whole raised to d, concentration of ARt whole raised to A and concentration of BRt whole raised to B. ഇതിനെ ഒന്നും കൂടി അറേഞ്ച് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ്റെ ടേംസും ആർ ടിയുടെ ടേംസ് ആർ ടി കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ അതിനെയൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് കോൺസെൻട്രേഷൻ്റെ ടേംസ് മാത്രമായിട്ട് നമുക്ക് എഴുതി വെക്കാം. ഇങ്ങനെ കിട്ടില്ലേ? കോൺസെൻട്രേഷൻ ടേംസ് ഒരുമിച്ചും ആർ ടിയുടെ ടേംസും വേറെ ആയിട്ട് എഴുതിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്കറിയാം എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അതായത് ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു ഡി എന്ന് പറയുന്നത് ആർ ടി റേസ് ടു സി പ്ലസ് ഡി ആണ്. അതേപോലെ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം മൈനസ് എൻ ആണ്. അതായത് ആർ ടി റേസ് ടു സിയും അപ്പം ഇതിനെ ഈ ടേം മൈനസ് ആയിട്ട് പോവും. എ പ്ലസ് ബി എന്ന് പറയുന്നത് മൈനസ് ആവും, ഇത് സി പ്ലസ് ഡി എന്നുള്ളതാവും. ഓക്കെ, അപ്പം അങ്ങനെ എഴുതി വെക്കൊന്ന്. ഇനി ഒന്ന് മാത്തമാറ്റിക്കലി അതിൻ്റെ എന്താ പറയുക, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ, അതേപോലെ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ. ഈ ലോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിനെ ഒന്ന് മാറ്റി ഈ പറയണ മോള് കാണിച്ചിട്ടില്ലേ, ആ റൂള് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ആർ ടിയുടെ ടേംസിനെ നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് എന്താ കിട്ടുക? ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. ഈ എയും ബിയും സിയും ഡി എന്നൊക്കെ പറയണത് നമ്മുടെ റിയാക്റ്റൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. എ പ്ലസ് ബി എന്ന് എയും ബിയും നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ റിയാക്റ്റൻ്റ് ആണ്, സിയും ഡിയും നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ പ്രോഡക്റ്റ് ആണ്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ റിയാക്റ്റൻ്റ് ആണ് ഡെൽറ്റ എൻ. അതായത് ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. നമ്പർ ഓഫ് ഡെൽറ്റ എന്നുള്ള ഒരു ടേം നമ്മൾ എടുക്കുമ്പോൾ ഡെൽറ്റ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. ഡെൽറ്റ എന്നുള്ളൊരു വാല്യൂ ഉദ്ദേശിക്കുന്നത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. അപ്പോൾ ഡെൽറ്റ എൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ആണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ പ്രോഡക്റ്റ് ആണിത്. ഇത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ റിയാക്റ്റൻ്റ് ആണ് എ പ്ലസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് ആണ് ഡെൽറ്റ എൻ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആർ ടി റേസ് ടു ഡെൽറ്റ എൻ എന്ന് എഴുതാം. ഇത് ആർ ടിയുടെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ ഈ ആർ ടി റേസ് ടു ഡെൽറ്റ എൻ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, സി റേസ് ടു സി ഇൻറ്റു കെ പി ഇസ് ഈക്വൽ ടു സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി, കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. ഇതിൻ്റെ സ്ഥാനത്ത് ആർ ടി റേസ് ടു ഈ എല്ലാം ഇതിനെയൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്താ എഴുതാം? ഇതിൻ്റെ സ്ഥാനത്ത് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. അപ്പം എങ്ങനെ ഇക്വേഷൻ വരിക? നമ്മൾ ആ ഇക്വേഷനെ കെ പിയുടെ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് എഴുതാം അല്ലേ? ആർ ടി റേസ് ടു ഡെൽറ്റ എൻ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു ബി റേസ് ടു ബി. ഈ ടേം എന്താ? ഈ ടേം അല്ലേ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ. ഇത് കെ സി അല്ലേ? അപ്പം നമുക്ക് ഇതിനെ ഒന്നുകൂടി ചുരുക്കിയിട്ട് എഴുതാം. അതായത് കെ എങ്ങനെയാണ് ചുരുക്കി എഴുതിയത്? കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. അപ്പം നമുക്ക് റിലേഷൻഷിപ്പ് കിട്ടിയില്ലേ? കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ, വേർ കെ പി ഇസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ, കെ സി ഇസ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് concentration, R is the universal gas constant, T is the temperature, and delta N is the number of change in number of moles, that is number of moles of the product minus number of moles of the reactant. N2 plus 3H2 gives 2NH3. ഈ ഇക്വേഷൻ്റെ കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് കാണണം. അങ്ങനെ ആണെങ്കിൽ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ആണ്. ഡെൽറ്റ എൻ കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം. എൻ പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ്. ഇവിടെ പ്രോഡക്റ്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? 1 ആണുള്ളത്. ഇനി എൻ
ആർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് 1N2 ആണ്. 1 + 3H2. 1 + 3 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. അതായത് NP - NR എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് എന്ന് പറയുന്നത് -2 ആണ് എന്ന് കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻറ്റ് എന്ന് പറയുന്നത് -2 ആണെന്ന് കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. KP = KC × RT⁻Δn എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ KP = KC × RT⁻2 - 2 എന്ന് കിട്ടും. ഓക്കെ.